നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വല്ലച്ചിറ സെന്ററിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഓർമ്മകൾ മേയുന്ന വിദ്യാലയ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആദരണ സദ്യ അവിസ്മരണീയമായി. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വല്ലച്ചിറ സെന്ററിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം എന്തുകൊണ്ട് ലഹരി വേണ്ട എന്നുള്ളത്. നമ്മുടെ ജീവിതത്തെ ആകെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് നമ്മുടെ ലഹരി. നമ്മുടെ രക്ഷിതാക്കൾ എത്രയധികം ബുദ്ധിമുട്ടിയാണ് നമ്മളെ ഓരോ പഠിത്തത്തിനായി വിടുന്നത്, നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് എത്രയധികം ബുദ്ധിമുട്ടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലഹരി നമ്മുടെ ജീവിതമായിരിക്കണം, നമ്മുടെ കുടുംബമായിരിക്കണം നമ്മുടെ ലഹരി. വേറെ ഒന്നും ലഹരിക്ക് അടിമപ്പെടാതെ നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി മുന്നോട്ട് വരണം. നമുക്ക് പറയാനുള്ളത്, ലഹരി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പെഗ്, ആദ്യത്തെ ഒരു പുകവലിക്കുക, അത് ആദ്യത്തെ നടന്നില്ലെങ്കിൽ രണ്ടാമത് നമുക്ക് നടക്കില്ല. ആദ്യം നടന്നാൽ ഇതൊക്കെ രണ്ടാമത് നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ വീട്. ആ വീടിന് താങ്ങായി വളരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. വല്ലച്ചിറ പഞ്ചായത്ത് 4ാം വാർഡ് അംഗം സിജോ എടപ്പള്ളി, 13ാം വാർഡ് അംഗം വിൽസൺ പിടിയത്ത്, സ്കൂൾ OSA പ്രസിഡന്റ് ഷംനാസ് വല്ലച്ചിറ, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ OSA പ്രസിഡന്റ് ജിബിൻ, NSS വോളണ്ടിയർ നിയ സുമേഷ്, ലീഡർ മുഹമ്മദ് സുഹൈൽ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി NSS വോളണ്ടിയർമാർ തുടി എന്ന പേരിൽ ലഹരി വിരുദ്ധ നാട്യശില്പം അവതരിപ്പിച്ചു. തുടർന്ന് ഫ്ലാഷ് മോബ് അരങ്ങേറി. ക്യാമ്പയിന്റെ ഭാഗമായി വല്ലച്ചിറയിൽ ദീപശിഖ പ്രയാണവും നടത്തി. ഓർമ്മകൾ മേയുന്ന വിദ്യാലയ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. SSLC മില്ലേനിയം ബാച്ച് 2025ാം വാർഷികവും പ്രഥമ പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമാണ് നടന്നത്. പൂർവ്വ വിദ്യാർത്ഥിനികളായ VB ബിന്ദു, രമ്യ റാഫേൽ, CR രേഖ എന്നിവർ ചേർന്ന് ആലപിച്ച പ്രാർത്ഥനാ ഗീതത്തോടെ ചടങ്ങിന് തുടക്കമായി. മരിച്ചുപോയ മുൻ അധ്യാപകർ, സഹപാഠികൾ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. 1990-2000 ബാച്ചിലെ പ്രധാനാധ്യാപകൻ PA അഗസ്തി, അധ്യാപകർ, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സെയിന്റ് സേവിയേഴ്സ് പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ പോളി നീലങ്കാവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ആശംസകൾ നേർന്നു. സ്നേഹവിരുന്നിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും ഉപഹാര സമർപ്പണവും ഒരുക്കിയിരുന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആദരണ സദ്യ അവിസ്മരണീയമായി.
മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിച്ച് ആദരണസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത വേദ ജ്യോതിഷ പണ്ഡിതൻ വേള പത്മനാഭ ശർമ്മയ്ക്ക് കാനാടിക്കാവിന്റെ ആചാര്യശ്രേഷ്ഠ പുരസ്കാരം നൽകി അദ്ദേഹം ആദരിച്ചു. ദയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാനും പ്രഗത്ഭ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ ഡോക്ടർ അബ്ദുൾ അസീസിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. തുടർന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന 17 സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകാൻ കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായം വിതരണം ചെയ്തു. ട്രസ്റ്റ് വർഷം തോറും നൽകുന്നതാണ് ധനസഹായം. വൈകിട്ട് 7:30 പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യ ദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒന്നിച്ച് ഒരേ വേദിയിൽ അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ബാൻഡ് ആസ്വാദകരെ ആവേശം കൊള്ളിച്ചു. കാനാടിക്കാവ് മൈതാനിയിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലായിരുന്നു പരിപാടി നടന്നത്. നൃത്ത സംഗീതോത്സവം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കും. അവർക്കൊന്നും പാട്ട് അറിയുമല്ലോ. പാവങ്ങളെല്ലാവരും പാടി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പഴയ പാട്ടുകൾ കൊണ്ടുവന്നത്. ഒന്നാം രാഗം പാടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗമേ തേടുവതും രാഗമ ദേവനും അനുരാഗിയാ. അടാട്ട് മുതുവറയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികനായ ക്ഷേത്രം കഴകക്കാരൻ മരിച്ചു. വലച്ചിറ ചെറുശ്ശേരി സ്വദേശി താനൂർ വാരിയത്ത് വീട്ടിൽ 54 വയസ്സുള്ള രാജേഷ് വാര്യനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി മുതുവറ ജംഗ്ഷനിലായിരുന്നു അപകടം. പറപ്പൂർ നാഗത്താൻ കോവിൽ ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു. അമല ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടെ രാജേഷ് വാര്യർ സഞ്ചരിച്ച ബൈക്കിൽ അജ്ഞാത വാഹനം ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിനിടയാക്കിയ വാഹനം നിർത്താതെ പോയി. പരിക്കേറ്റ രാജേഷിനെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗീതയാണ് ഭാര്യ. സഞ്ജയ്, സ്നേഹ എന്നിവർ മക്കളും ദിലീപ് മരുമകനുമാണ്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. പഴുവിൽ സെന്ററിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തിയത്. ലഹരി ഉപയോഗം തടയുമെന്നും ലഹരി ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരിക്കുമെന്നും ദീപം തെളിയിച്ച് വളണ്ടിയർമാർ പ്രതിജ്ഞ ചെയ്തു. പ്രിൻസിപ്പൽ സ്മിത പി ജോസ്, പ്രോഗ്രാം ഓഫീസർ KN സോന, അധ്യാപിക ഷെറിൻ ജോജോ, NSS ലീഡർമാരായ സന ഫാത്തിമ, ആൻവി വിജോ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഫ്ലാഷ് മോബും തെരുവ് നാടകവും അരങ്ങേറി. ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്ന് കഴിമ്പ്രം സ്വദേശി TN സിജിൽ. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 2026 ജനുവരി 4 മുതൽ 11 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. നിരവധി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ വിസിൽ മുഴക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദ നിറവിലാണ് TN സിജിൽ. ദേശീയ റഫറി കൂടിയാണ് സിജിൽ. കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നിന്നായിരുന്നു വോളിബോൾ പരിശീലനത്തിന്റെ തുടക്കം. പിന്നീട് സംസ്ഥാന ജൂനിയർ ടീമിലും സ്കൂൾ ടീമിലും വോളിബോൾ താരമായി സിജിൽ. കായികാധ്യാപക പഠന സമയത്താണ് വോളിബോൾ റഫറിയുടെ വേഷമണിഞ്ഞത്. 2010 അഖിലേന്ത്യാ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടി. തുടർന്ന് നിരവധി അഖിലേന്ത്യാ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ സിജിലിനായി. ഇത് 2ാം തവണയാണ് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. നിലവിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനാണ്. കേരള സ്കൂൾ ടീമിന്റെ പരിശീലകനായി 5 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. മുൻ വനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്ന MB നിഷയാണ് ഭാര്യ. മകൾ TS കൃഷ്ണനന്ദ ജില്ലാ സ്കൂൾ ടീമിലും സബ് ജൂനിയർ ടീമിലും താരം കൂടിയാണ്. വോളിബോൾ എന്ന കായിക ഇനത്തെ ഹൃദയത്തോട് ചേർത്ത് ജീവിക്കുകയാണ് സിജിലും കുടുംബവും. ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും നടുക്കടലിൽ കഴിഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർത്തിയ കർമ്മയോഗിയാണ് റാവു ബഹദൂർ VV ഗോവിന്ദൻ എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് സ്നേഹലത. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 46ാം സ്കോളർഷിപ്പ് വിതരണം നിർവഹിക്കുകയായിരുന്നു അവർ. PT രാമചന്ദ്രൻ അധ്യക്ഷനായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KB അനിൽകുമാർ, EG സജിമോൻ, KV സുധാംശു മോഹൻ, AV വാട്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, ഷാജു തലാശ്ശേരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം നേടിയ ധീവര സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സ്കോളർഷിപ്പ് സമ്മാനിച്ചു. കഥാകൃത്തുക്കളുടെ കൂട്ടായ്മയായ ഒരു കഥ പറയാം ഗ്രൂപ്പിന്റെ സമാഗമം മതിലകത്ത് നടന്നു.
മതിലകം ഹെൽത്ത് എയ്ഡിന്റെ അടുപ്പം മന്ദിരമായിരുന്നു സമാഗമ വേദി. കഥാകൃത്ത് പി സുരേന്ദ്രൻ സമാഗമം ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ മങ്ങാട്ട് അധ്യക്ഷനായി. കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി, എഴുത്തുകാരി അജിത് ത്രീ, ഗ്രന്ഥകാരൻ രാകേഷ് നാഥ്, സുനിൽ പി മതിലകം, ഉണ്ണി അഷ്ണവിച്ചിറ എന്നിവർ സംസാരിച്ചു. ഒരു കഥ പറയാം സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് പി സുരേന്ദ്രൻ സമർപ്പിച്ചു. ചെറുകഥാ മത്സരവിജയികളായ ആദർശ് പി സതീഷ്, ചന്ദിരൂർ താഹ, നിജി പൈങ്കി, സിദ്ധി കമ്പലപ്പുഴ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. രാകേഷ് നാഥ് രചിച്ച കഥാപോഷിണി, പ്രവാസ ജീവിതത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നീ പുസ്തകങ്ങൾ ബഷീർ ഞാറക്കാട്ടിന്റെയും ബഷീർ താഴത്തൈലിന്റെയും പുസ്തക കവറുകളും പി സുരേന്ദ്രൻ പ്രകാശനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നുമായി 40ഓളം കഥാകൃത്തുക്കളാണ് സമാഗമത്തിൽ പങ്കെടുത്തത്. വലപ്പാട് കൊഴനാഞ്ചിറ റോഡ് റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം ആഘോഷിച്ചു. പുതുവർഷ ആഘോഷത്തോടെയാണ് 2ാം വാർഷികം നടത്തിയത്. വലപ്പാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ TR ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് സജീവ് തണ്ടയാംപറമ്പിൽ അധ്യക്ഷനായി. വാടാനപ്പള്ളി എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിദ് മുഖ്യാതിഥിയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷരീഫ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK ദിനേശ്, സരസ്വതി വലപ്പാട് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ കണ്ണൻ പൊയ്യാറ, അനിൽകുമാർ, CU ഷാന, സക്കീർ ഹുസൈൻ, കാർത്തികേയൻ ചക്കാമടത്തിൽ, രത്നവല്ലി, വേലായുധൻ, റഷീദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. വല്ലച്ചിറ സെന്ററിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഓർമ്മകൾ മേയുന്ന വിദ്യാലയ തിരുമുറ്റത്ത് ഒരു വട്ടം കൂടി എന്ന പേരിൽ ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട മഹോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ആദരണ സന്ധ്യ അവിസ്മരണീയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.